നമസ്കാരം. ഇന്ന് ഏപ്രിൽ 13, നാളെയാണ് വിഷു. അപ്പോൾ ഇന്നത്തെയും നാളത്തെയും നമ്മുടെ വീട്ടിലത്തെ കുറച്ച് കാഴ്ചകളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങൾ കാണാൻ വേണ്ടി പോകുന്നത്. ഇപ്പോൾ സമയം രാവിലെ 8 മണി. ഞങ്ങൾ നീലേശ്വരത്തേക്ക് പോവുകയാണ്. കാരണം വിഷുവിൻ്റെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട്. അതിരാവിലെ പോകാനുള്ള കാരണം എന്താണ്? നല്ല ചൂടാണ്, വെയിൽ കൊണ്ടുണ്ടല്ലോ. നമുക്ക് ഈ 2 വീലറിൽ ഈ ഒരു സമയത്ത് ഏപ്രിൽ ആയാലും മെയ് ആയാലും ഭയങ്കര യാത്രയും ബുദ്ധിമുട്ടുണ്ടാകും. ആ ഒരു സമയം വരുന്നതിന് മുന്നേ രാവിലെ തന്നെ പോയിട്ട് വരാൻ കരുതിയിട്ടാണ് ഞങ്ങൾ നേരെ നീലേശ്വരത്തേക്ക് ഇറങ്ങുന്നത് രാവിലെ തന്നെ. അതെ, നമ്മുടെ വണ്ടിയൊക്കെ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ പോവാം. നീലേശ്വരത്തേക്ക് പോകുന്ന വഴിയാണേ. സൂര്യനൊക്കെ നല്ല രീതിയിൽ വന്നു. ഇനിയിപ്പം ചൂടിൻ്റെ കാര്യം പിന്നെ പറയണ്ടല്ലോ. നമ്മൾ നീലേശ്വരത്ത് ആദ്യം തന്നെ പോകുന്നത് പടക്കം വാങ്ങിക്കാനാണ്. കാരണം നമ്മുടെ ഒരു ബന്ധുവിൻ്റെ കട അവിടെ ഉണ്ട്. എന്നാൽ പിന്നെ അവിടെ പോയിട്ട് തന്നെ ഇത്തവണ പടക്കമൊക്കെ വാങ്ങിച്ചിട്ട് പോകാമെന്ന് കരുതി. അതിനുശേഷം വീട്ടിൽ അച്ചാച്ചനുണ്ട്. അച്ചാച്ചനൊരു മുണ്ടും കൂടെ വാങ്ങിച്ചിട്ട് നേരെ വീട്ടിലോട്ട് പോകാമെന്നുള്ള ഒരു പ്ലാനാണ് നമുക്കിപ്പോൾ ഉള്ളത്. അതെ, അതുപോലെ തന്നെ കുറച്ച് അല്ലറ ചില്ലറ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങണം. കാരണം വിഷുവിന് കുറച്ച് സാധനങ്ങളൊക്കെ വേണമല്ലോ. തീർച്ചയായും. അപ്പൊ നമ്മുടെ അമ്മ വീട്ടില് ആ വിഷുവിന്റെ ഒക്കെ പരിപാടിയൊക്കെ അങ്ങനെ ചെയ്തു പോകുന്നുണ്ട്. അച്ഛനാണെങ്കിൽ കടയിൽ ഇന്ന് നല്ല തിരക്കായിരിക്കും. ഇന്ന് രാവിലെ അതിരാവിലെ പോയതാണ്. മിക്കവാറും രാത്രി 10 മണി വരെങ്കിലും കടയുണ്ടാവും. നല്ല തിരക്കന്നല്ലേ ഇന്ന്. നമ്മളിപ്പോ നീലേശ്വരം ടൗണിലെത്തി. ഈ ഒരു ബസ്സൊക്കെ ഇറങ്ങി വരുന്ന ഒരു ഭാഗമില്ലേ, ഇതാണ് ഇപ്പത്തെ ഇവിടുത്തെ ഒരു ബസ് സ്റ്റാൻഡ്. ഇതൊരു താൽക്കാലികമാണ്. കാരണം നമ്മുടെ മെയിൻ ബസ് സ്റ്റാൻഡ് ഇവിടെയല്ല, അത് തൊട്ടപ്പുറത്താണ്. അതിപ്പോൾ അടച്ചിട്ടേ ഉള്ളത്. അവിടെ പണിയൊക്കെ നടക്കുക. ഇവിടെ ഇത് താൽക്കാലികമാക്കിയത്. ഇനിയിപ്പോൾ ഇവിടെ നമുക്കൊരു ടെക്സ്റ്റൈൽസിലേക്ക് പോവാം. ഇതാണ് ഇവിടുത്തെ മെയിൻ ബസ് സ്റ്റാൻഡ്. ഇതൊക്കെ മൊത്തം ഇപ്പോൾ അടച്ചിരിക്കുക. കണ്ടതാ. അതുപോലെ തന്നെ ഇവിടുന്ന് നമ്മളൊരു അച്ചാച്ചന് വേണ്ടിയിട്ട് ഒരു മുണ്ടൊക്കെ വാങ്ങിയിട്ടാ ഇപ്പം നേരെ പടക്കം വാങ്ങിക്കാൻ പോവാം. ഇത് നമ്മുടെ നാട്ടിൽ നിന്ന് വരുന്ന വണ്ടിയാണ്. അങ്ങനെ പടക്കം വാങ്ങിക്കേണ്ട ഈ ഒരു കടേൻ്റെ ഇവിടെ എത്തിയിരിക്കുകയാണ്. ഇതിൻ്റെ പേര് കണ്ട പാലങ്ങാട്ട്. ഈ പാലങ്ങാട്ട് എന്ന് പറയുന്നത് നമ്മുടെ അമ്മേൻ്റെ വീട്ടുപേരാണ്. അപ്പം നമ്മുടെ ഒരു ബന്ധുവിൻ്റെ തന്നെയാണ് ഈ ഒരു കട വരുന്നത്. എന്നാൽ പിന്നെ ഇവിടെ തന്നെ ഇത്തവണ പടക്കം വാങ്ങിയാന്ന് കരുതി. അതായത് ഇത് നേരെ വരുന്നത് ബിവറേജിൻ്റെ ഓപ്പോസിറ്റ് തന്നെയാണ്. ഇവിടെ നല്ല തിരക്കാണ്. അപ്പോൾ ഇവിടെ നോക്കിയാൽ ഇവിടുത്തെ തിരക്കണ്ട. അവിടെ പോയി എനിക്ക് ക്യൂ നിൽക്കണം. അത്രയും തിരക്കാണ്. ഇപ്പം വേഗം വാങ്ങിച്ചിട്ട് വരാം. ഞങ്ങൾ അവിടെ തന്നെ പെട്ടെന്ന് പടക്കമൊക്കെ വാങ്ങിച്ച് നേരെ വീട്ടിലോട്ട് വന്നു. അവിടെ ആ ഒരു പടക്കത്തിന്റെ ആ ഒരു കടേന്റെ ഭാഗത്തായാലും തൊട്ടപ്പുറത്ത് തന്നെയാണല്ലോ ബിവറേജ്. അല്ല, എല്ലാ ആഘോഷരാവിലും നമ്മുടെ മലയാളികൾക്ക് എന്താ പറയാ, മദ്യയിലാണ്ട് പറ്റുമല്ലോ. നല്ല തിരക്കായിരുന്നു. അപ്പൊ ഞങ്ങൾ രാവിലെ തന്നെ പോയത് കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് ശേഷമൊക്കെ ആയിരുന്നു മിക്കവാറും അവിടെ എന്താ പറയാ കാല് കുത്താനായിട്ട് നല്ല തിരക്കായിരിക്കും. അപ്പം അതൊക്കെ വാങ്ങി നമ്മൾ വീട്ടിലെത്തി. അത് പിന്നെ നമ്മൾ ഇനി കുറച്ച് പരിപാടികൾ കൂടി ഇനിയുണ്ട്. അല്ല, വേർത്ത് നിൽക്കാൻ പറ്റുന്നില്ലല്ലോ, അത്രയും ചൂടല്ലേ. യാത്ര ഒട്ടും പറ്റൂല ഈ പറഞ്ഞ ഉച്ച സമയത്ത്. ഈ കാണുന്നതാണ് നമ്മുടെ വീട്. ഈ നമ്മുടെ വീടിൻ്റെ തൊട്ട് ഈ ഭാഗത്തുള്ള നമ്മുടെ തറവാട്. ഇവിടെയാണ് നമ്മുടെ അച്ചാച്ചനില്. അതുപോലെ തന്നെ ആടെ ഒരു പട്ടിയുണ്ട്. നമ്മുടെ പട്ടി തന്നെയാണ്. ആ പൂച്ചനെ കണ്ടിട്ട് കുരയ്ക്കുകയാണ്. ഇതാ നമ്മളെ അച്ചാച്ചൻ. എല്ലാരും കാണട്ടെ. ഭക്ഷണം കഴിച്ചുവാ? ഇല്ല, കഴിക്കണത്രേ. സമയത്ര ആയതല്ലേ ഉള്ളൂ. എല്ലാരും കാണും. നാളെ എല്ലാരും കാണും കേട്ടോ അച്ചാച്ചനല്ലോ. എല്ലാരും കാണുന്ന്. നാളെ വീഡിയോയില് വരും അച്ചാച്ചൻ. വീഡിയോയില് വരുന്ന്. ഒരു മഴക്കാറ് കാണുന്നുണ്ടല്ലോ. ഈ ഒരു വിഷുവിന്റെ സമയത്ത് ഏകദേശം ഇങ്ങനെ ഒരു മഴയൊക്കെ ഉണ്ടാവാറുണ്ട്. നമ്മുടെ ഈ ഒരു വീടിന്റെ ഈ ഒരു ഭാഗത്തേക്കൂടെ വന്നു കഴിഞ്ഞാൽ നേരെ എത്തുന്നത് നമ്മുടെ ആ ഒരു കിണറുള്ള ഭാഗത്താണ്. അതുപോലെ തന്നെ ഇവിടെ ഒരു മരം കാണുന്നില്ല നിങ്ങൾ? അത് ഞാനുണ്ടല്ലോ, എനിക്ക് 6ാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് നമ്മുടെ പരിസ്ഥിതി ദിനത്തിൻ്റെ അന്ന് കിട്ടുകയാണ്. അന്ന് ഇവിടെ കൊണ്ട് നട്ടു. ഇന്നിത് ഇത്രയും വലിയൊരു മരമായി. ഇനിയിപ്പം നേരെ കിണറിൻ്റെ ഭാഗത്തേക്ക് പോയാൽ നമുക്ക് എത്രത്തോളം വെള്ളമുണ്ട് എന്നൊക്കെ നോക്കാൻ പറ്റും. കിണറിലിപ്പോൾ അത്യാവശ്യത്തിന് വെള്ളമുണ്ട്. പിന്നെ നല്ല ചൂടല്ലേ. എന്തായാലും മിക്കവാറും ഇതിലത്തെ വെള്ളം എന്തായാലും മിക്കവാറും പറ്റും. പക്ഷേ അവിടെ കുളമുണ്ട്. അതുള്ളത് കൊണ്ട് പിന്നെ ബുദ്ധിമുട്ടില്ല. സമയം ഇപ്പോൾ 6:45 കഴിഞ്ഞ്. നല്ല ഇരുട്ട് വന്ന് തുടങ്ങി. നേരത്തെ നമ്മൾ വാങ്ങിച്ച പടക്കങ്ങൾ കാണിച്ചില്ലല്ലോ. അതേ ഇതാണ് മെയിനായിട്ട് നമുക്ക് എടുത്തു പറയേണ്ടത്. ഇതാണ് നല്ല ശബ്ദമാണ്. ഇത് പൊട്ടിക്കുമ്പോൾ ഇതിൻ്റെ ഒരു തീവ്രത എത്രത്തോളം ഉണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ ഇത് 2 വാങ്ങി. പിന്നെ ഇതൊരു പ്രത്യേക ടൈപ്പ് സാധനം. ഇതൊക്കെ പൊട്ടിക്കുമ്പോൾ ഇതിൻ്റെ ഇത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കിക്കോളും. പിന്നെ ഒരു 3 കമ്പിത്തിരി വാങ്ങിയിട്ടുണ്ട്. പിന്നെ 2 മാലപ്പടക്കം. ഇത് രാത്രിക്കും 1 രാവിലെ, അങ്ങനെയാണ്. പിന്നെ ഇതൊരു പാക്കറ്റ് വാങ്ങിച്ചുള്ളൂ കേട്ടോ, ഈ ചെറുത്. പിന്നെ ഇത് നമ്മൾ വേറൊരു ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചതാണ്. കാരണം ഇത് നമ്മൾ അധികം ഒന്നും വാങ്ങിച്ചില്ല. ഇതൊരു 6 അതുപോലെ ഇത് 2 മാത്രമേ വാങ്ങിച്ചുള്ളൂ. അപ്പോൾ ഇതാണ്, കുറച്ച് മാത്രമേ വാങ്ങിച്ചില്ല, അധികമൊന്നും വാങ്ങിച്ചില്ല. നമ്മുടെ വിഷു ഈ ഒരു പടക്കം പൊട്ടിച്ചിട്ട് തന്നെ നമുക്ക് തുടങ്ങാം. നല്ല ശബ്ദം ഉണ്ടാവും. പൊട്ടു. അടുത്തതിന് ഇത് പൊട്ടിച്ച് നോക്കാം. ഇതിന് എത്രത്തോളം ശബ്ദം ഉണ്ടോ നമുക്ക് നോക്കാം.
ഇതിന് നല്ല ശബ്ദമാണേ, നമ്മൾ കാണുന്ന പോലെയല്ല. കണ്ടോ, ഇപ്പം പൊട്ടും. പൊട്ടി. കണ്ടോ, നല്ല ശബ്ദമാണ്. ചെറിയ പടക്കാണ്, പക്ഷെ നല്ല ശബ്ദമാണ്. ഇതാണത്, ഈ കാണുന്നത് ഇതാണ്. ഇനിയിപ്പോൾ 3 കൂടെ ബാക്കിയുണ്ട്, അതും കൂടി ഇപ്പം തന്നെ പൊട്ടിച്ചേർക്കാം. നമ്മൾ അടുത്തൊരു മേഖലയിലേക്ക് പോവുകയാണ്. ഇനിയിപ്പോൾ കമ്പിത്തിരി കത്തിക്കുകയാണ്. ഇനിയിപ്പോൾ കുറച്ച് കളറിലേക്ക് പോവാം. ആയില്ല, ആയി. യെസ്, കഴിഞ്ഞ അത്രേ ഉള്ളൂ. അത് കുറച്ച് അങ്ങോട്ട് ഇടണം കേട്ടോ. വേറൊരു പരിപാടി കൂടി ഉണ്ട്. ആ നേരത്തെ കാണിച്ച അല്ല, 2 ഉണ്ട്. ഓ, അതിൽ തന്നെ ഡയറക്റ്റ് കത്തിക്കാം. ഇത് പിടിച്ചോ. വേറൊരു സാധനം ഇല്ലടാ, ആ ഒരു ഇത്, ആ നേരത്തെ കാണിച്ചൊരു സാധനം. ആ ഓക്കെ. ആയി. ആ, നല്ല കറക്കാണല്ലോ. ഇനി നമുക്ക് അടുത്തത് ഈ ഒരു പടക്കം പൊട്ടിക്കാം. പൊട്ടിച്ചോളൂ. ഇത് ഇവിടെ എറിയാൻ പോകുന്നുണ്ട്. ഓക്കെ, പൊട്ടി. അടുത്തത്, നെക്സ്റ്റ് പൊട്ടി. കൈന്ന് പൊട്ടാ നോക്കണം. അത് നോക്കണം. ഞാൻ അടുത്ത നവി എടുക്ക്. പോട്ട്. ഇതിന് ഒച്ച കുറവാണ്. അതിന് ശബ്ദം ഒട്ടുമില്ല. അതെടുത്തോ. അടുത്ത മനുവിന്റെ വീടാണ്. മനു തുടങ്ങിക്കോ. പോരട്ടെ. വെറുതെ എറിഞ്ഞു. അതും വെറുതെ എറിഞ്ഞു. ഒരുപാട് പടക്കം പൊട്ടിച്ചു. അവസാനം നമുക്ക് ഈ ഒരു മാലപ്പടക്കം പൊട്ടിച്ചതിന് ശേഷം ഇന്ന് രാത്രിയുള്ള പടക്കം പൊട്ടിക്കൽ നിർത്താലോ നവേ. പടക്കത്തിന്റെ കാര്യം പറയുമ്പോൾ നമ്മുടെ വീട്ടിൽ ഒരുപാട് പൂച്ചകളുണ്ട്, ഒന്നിനും കാണുന്നില്ല, എല്ലാം ഓടി. ആ മേളിലൊരു പട്ടിയില്ല, അതോ നമ്മുടെ പട്ടിയായാലും അതിന് ഈ പടക്കം കാണുമ്പോൾ നല്ല രീതിയിൽ എന്താ പറയുക പേടിയാവുന്നുണ്ട്. അതെ, പെട്ടെന്ന് നല്ല രീതിയിൽ എനിക്ക് ചെവിയിൽ ശബ്ദം കിട്ടുന്നുണ്ട്. തീർച്ചയായും. അതുകൊണ്ട് നമുക്ക് തന്നെ പൊട്ടിക്കാനും ഒരു അല്ലേ. അല്ല, അവരെ ബുദ്ധിമുട്ടി നമുക്ക് തീർച്ചയായും. കുഴപ്പമില്ല. നമുക്ക് ഇതോടുകൂടി ഇന്നത്തെ ഒരു പടക്കത്തിന്റെ പരിപാടി നിർത്താം. എന്നിട്ട് അതിരാവിലെ നാളെ എണീക്കണല്ലോ. അതെ, ആദ്യം പൊട്ടിക്കണല്ലോ, അത് ബാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പൊ മാലപ്പടക്കത്തിന് തീ കൊളുത്തുകയാണ്. ആയി കഴിഞ്ഞു ഇത്രയേ ഉള്ളൂ. പടക്കെല്ലാം പൊട്ടിച്ചു കഴിഞ്ഞല്ലോ. അത് കഴിഞ്ഞിട്ട് നേരെ അടുക്കളയിലേക്ക് വന്നപ്പോഴത്തേക്കും അമ്മേന്റെ പരിപാടികൾ തുടങ്ങി. ഇത് പഴംപൊരി ആക്കാം. ഇത് നേരെ നമ്മൾ പഴമാണ്, ഇത് നേരെ ആക്കിയതാണ്. ഇത് നമ്മൾ ഇന്ന് കഴിക്കുന്നില്ല കേട്ടോ, നമുക്ക് നാളെ കഴിക്കാം. കാരണം നാളെ കഴിക്കുമ്പോൾ ഇത് കറക്റ്റ് ഒരു സ്വാദ് വരുള്ളൂ. ഇവിടെ ഇത് ആക്കിക്കൊണ്ടിരിക്കുക. എങ്ങനെയുണ്ട് പരിപാടിയൊക്കെ? നല്ല പോകുന്നു. പിന്നെ ഇനി ഉണ്ടല്ലോ, നമ്മളിനിപ്പോൾ രാത്രി പടക്കാതെയും പൊട്ടിക്കുന്നത്. കാരണം ഇപ്പോഴത്തെ സമയം 10:30. കാരണം എല്ലാവരും ഈ ഭാഗത്തില്ലവരെല്ലാം കടന്നു. അതുകൊണ്ട് നമുക്ക് പടക്കം പൊട്ടിച്ച് ശരിക്കും പടക്കം പൊട്ടിക്കുന്നതിന് പ്രശ്നമില്ല. അങ്ങനെയല്ല, നമ്മൾ ആ ഒരു ഇതൊക്കെ നോക്കിയിട്ടാണ്. നമുക്ക് രാവിലെ വെളുപ്പിന് 4 മണിക്കൊക്കെ ഉറങ്ങുന്നില്ല. ഇപ്പൊ നമുക്ക് നമ്മുടെ ആ ഒരു പൂജാമുറി കാണണ്ടേ. നമ്മുടെ പൂജാമുറിന്റെ ഇപ്പോഴത്തെ കാഴ്ച ഇതാണ്. ഇനിയിപ്പോ രാത്രിക്ക് ഇവിടെ അമ്മ കണിയൊക്കെ വെക്കും. എന്നിട്ട് പുലർച്ചെ നമുക്കത് കാണണം. അതായിരിക്കും നിങ്ങൾ ഇനിയിപ്പോൾ അടുത്തത് കാണുന്നത്. അപ്പം ഇന്ന് ഞങ്ങൾ ഇനിയിപ്പോൾ കിടന്നുറങ്ങാണ്. അമ്മയോടൊക്കെ നല്ല രീതിയിലെ കണിയൊക്കെ ഒരുക്കും. അത് നമുക്ക് നാളെ രാവിലെ കാണാം. ഇന്ന് രാത്രി കിടന്നുറങ്ങുകയാണ്. ഗുഡ് നൈറ്റ്. സമയം രാവിലെ 4:40. നമ്മളെ വീട്ടിലൊരുക്കിയ കണി ഇതാണ്. 5 വിളക്ക് അവിടെ കത്തിച്ചിട്ടുണ്ട്. ഇതാണ് ഏതൊരാൾക്കാരുടെയും വീട്ടിൽ രാവിലെ നമ്മൾ കാണുന്ന ഒരു കണി. ഇതിന് ലേറ്റ് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ നല്ല വ്യക്തതയോടെ കാണാം. ഇപ്പോൾ ലൈറ്റ് ഓഫ് ആക്കിയത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു വിളക്കിൻ്റെ ഒക്കെ ഇത് നല്ല രീതിയിൽ കാണാൻ വേണ്ടിയിട്ടാണ്. ഇനിയിപ്പോൾ പടക്കം പൊട്ടിക്കണം. കാരണം കണി കണ്ടല്ലോ. കണി കണ്ടതിന് ശേഷം നമുക്ക് പടക്കം പൊട്ടിച്ചു തുടങ്ങാം.
അങ്ങനെ അതും കഴിഞ്ഞു. രണ്ടെണ്ണല്ല നവി എടുക്കും നോക്കറാ. ഇഷ്ടംപോലെ ഉണ്ട്. ഇനിയുണ്ട് അവിടെ. ഈ ഒരു പടക്കത്തോടു കൂടി നമ്മുടെ വിഷുവിൻ്റെ പടക്കം പൊട്ടിക്കൽ അവസാനിക്കുകയാണ്. ലാസ്റ്റ് ഒരു ബോംബാണിത്. ഇതും കൂടെ നമുക്ക് പൊട്ടിക്കാം. ഹാപ്പി വിഷു. പടക്കം പൊട്ടിച്ചതിൻ്റെ ആ കവറുകളെല്ലാം നിങ്ങൾ കാണുന്നത്. അപ്പോൾ കണിയും കണ്ട് പടക്കവും പൊട്ടിച്ച്. ഇനിയിപ്പം ഉള്ളത് ഉച്ചക്കേക്കെല്ലാം നല്ലൊരു സദ്യ ആക്കണം. അതിൻ്റെ എല്ലാം പരിപാടി അമ്മക്കാണ്. നല്ല സദ്യയെല്ലാം വേഗം ആക്കണം കേട്ടാ. രാവിലെ എവിടെ പോകുന്നത്? ടൗണിൽ പോകണം. പിന്നെ ചിക്കനൊക്കെ വാങ്ങിക്കണം കേട്ടാ. അവിടെ പറഞ്ഞാൽ മതി. ആ അപ്പൊ വേറെ എന്തെങ്കിലും പറയണ്ട നവി? അല്ല പിന്നെ ഇവർക്ക് നമ്മൾ എന്താ പറയാ വിഷ്കോടി മേടിച്ചു കൊടുത്തിട്ടാ. കാരണം വീട്ടില് നമ്മള് കഴിഞ്ഞ ദിവസത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ അച്ചാത്തിന് മാത്രമേ വിഷ്കോടിയായിട്ട് വാങ്ങി. ഞങ്ങളും വാങ്ങിയിട്ടൊന്നുമില്ല. ഞങ്ങൾ ഈ പറഞ്ഞ യാത്രക്കടയിൽ ഇടുന്ന ഇതേ ഷർട്ട് തന്നെയാണ്. സാധാരണ ഒരു ദിവസം പോലെ വിഷ്കോടി ഓണക്കോടി എന്ന് പറഞ്ഞിട്ട് ആ ഒരു പ്രത്യേക ദിവസത്തിൽ നമ്മൾ അല്ലെങ്കിൽ ഡ്രസ്സൊന്നും അങ്ങനെ വാങ്ങാറൊന്നും ഇല്ല. അതെ. നമ്മൾ ഇന്നലെ രാത്രിക്ക് ആക്കിയിട്ടുള്ള ആ ഒരു പഴംപൊരി ഇല്ലേ, അത് നമ്മൾ ഇന്നാണ് ശരിക്കും പറഞ്ഞാൽ കഴിക്കുന്നത്. ഒന്ന് രണ്ടെണ്ണം എടുത്ത് കഴിച്ചു നോക്കി എങ്ങനെയുണ്ട് നോക്കി അതിന്റെ ടേസ്റ്റ്. ഇന്നലെ രാത്രിക്ക് നല്ല ചൂടാണ് ഉണ്ടായത്. കുഴപ്പമില്ല. അമ്മയും കഴിച്ചോട്ടാ. അല്ല അമ്മ ഞാൻ ഉണ്ടാക്കി. കഴിച്ചോളാം. സമയം ഇഷ്ടം പോലെ ഉണ്ടല്ലോ. ഞങ്ങൾ രണ്ടുപേരും ഇവിടെ ടൗണിലേക്ക് വന്നിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ നർക്കിലക്കാട് ടൗണ്. അച്ഛൻ പണിയെടുക്കുന്ന കട ഇവിടെയാണ് ഉണ്ടായത്. അതിപ്പോൾ പൊളിച്ച് മാറ്റുന്നതുകൊണ്ട് കട ഇപ്പോൾ ആ ഒരു ഭാഗത്തേക്കാണ് ഉള്ളത്. താൽക്കാലികമായിട്ട് അവിടത്തേക്കാണ് മാറ്റിയിട്ടുള്ളത്. ഇവിടെയൊക്കെ വർക്ക് നടക്കുക. ഈ റോഡിൻ്റെ ഒക്കെ വർക്ക് കാരണം ഇതിൻ്റെ ഈ ഒരു ഓടകളൊക്കെ മാറ്റി പുതിയതാക്കുക. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലോട്ട് തന്നെ പോവാം. ഞങ്ങളുടെ ഈ ഒരു ചെറിയൊരു വിഷു കാഴ്ചകൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കുന്നു. വളരെ ചെറിയൊരു വീഡിയോ ആണ്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ എന്താ പറയുക, ഈ ഒരു രാവിലെ നമ്മുടെ ആ ഒരു കണി കാണുന്നതും പ്രധാനപ്പെട്ട നമ്മളെ പടക്കൊക്കെ പൊട്ടിക്കുന്നത്. പടക്കത്തിന്റെ കാര്യം പറയുമ്പോൾ ഞങ്ങളുണ്ടല്ലോ അവസാനമായിട്ട് ഈ വീട്ടിൽ വെച്ചിട്ട് എന്താ പറയാ പടക്കം വാങ്ങി പൊട്ടിച്ചത് 2019-18 തോന്നുന്നു. 18 തോന്നുന്നു. അതിനുശേഷം ഞങ്ങൾ എന്താ പറയാ ഒരുപാട് വർഷത്തിന് ശേഷം ഒരു പടക്കം പോലും വാങ്ങിയിട്ടില്ല. 2020 കൊറോണ വന്നു. പിന്നെ 21, 22, 23 ഞങ്ങൾ കഴിഞ്ഞ വർഷം പോലും പടക്കം വാങ്ങിയിട്ട് അങ്ങനെ പൊട്ടിച്ചിട്ടൊന്നും ഒരു വിഷു ആഘോഷിച്ച കണി വെക്കും അമ്മ എന്തായാലും. പിന്നെ അമ്മയും അച്ഛനും കൂടിയിട്ട് ഉച്ചത്തെ ഭക്ഷണം ആക്കും. അതാണ് ഞങ്ങളുടെ വിഷു എന്ന് പറയുന്നത്. പിന്നെ നമ്മുടെ നേരത്തെ കഴിഞ്ഞ ദിവസം കാണിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ അച്ചാച്ചനൊക്കെ ഉള്ളത് മേലെ വീട്ടിലാണ്. അവിടെയും നമ്മുടെ ബന്ധുക്കളൊക്കെ അത്യാവശ്യം വന്നിട്ടുണ്ട്. ഇവിടെ ഇപ്പൊ നമ്മുടെ അമ്മേന്റെ അനിയം വരും. അപ്പം അതൊക്കെ ഒരു കുഞ്ഞു ഒരു വിഷു ആണ്. ഇനിയിപ്പൊ അടുത്ത പരിപാടി എന്ന് വെച്ചാല് സദ്യയാണ്. സദ്യ അത്രയും ഇല്ല കേട്ടോ. ഒരു 3-4 കറിയും ചോറും അത്രേ ഉള്ളൂ. പിന്നെ ഒരു പായസവും, വേറെ ഒന്നും ഇല്ല. അതെ. അപ്പം അതൊക്കെയാണ് നമ്മുടെ സദ്യ. അപ്പൊ അത് കഴിച്ചിട്ട് നമ്മളങ്ങനെ നമ്മുടെ വിഷു അങ്ങനെ ഈ വർഷത്തെ ഒരു വിഷു നല്ല രീതിയിൽ തന്നെ നമ്മൾ എന്താ പറയാ ആഘോഷിച്ചു. തീർച്ചയായും. ഇനിയിപ്പോ നിങ്ങൾ അടുത്ത ദിവസം കാണാൻ പോകുന്നത് ഒരു ദീർഘദൂര യാത്രേന്റെ ഒരു വലിയൊരു കാഴ്ചകളാണ്. അപ്പൊ എന്താ പറയാ നല്ല കിടിലൻ സ്ഥലത്തേക്കാണ് പോകുന്നത്. നോർത്ത് ഇന്ത്യയിലെ ഒരുപാട് സ്ഥലങ്ങളും വേറൊരു പ്രത്യേകത കൂടെ. നമ്മുടെ ട്രെയിൻ യാത്രയാണ് കേരളത്തിൽ നിന്ന്. ആ ഒരു മെയിൻ ഒരു ട്രെയിൻ യാത്ര പുറമെ തന്നെ ഓരോ സ്ഥലത്തെ പോയിട്ട് ആ ഓരോ സ്ഥലങ്ങൾ നമ്മൾ എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട്. ആ ഒരു സീരീസ് ആണ് ട്രെയിൻ യാത്രയും അതിനോടൊപ്പം എക്സ്പ്ലോറിംഗ് ആണ് ഇനി വരാൻ പോകുന്ന സീരീസ്. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതായിരിക്കുന്നു. അപ്പൊ നമുക്ക് മറ്റൊരു വീഡിയോ ബൈ.